വയനാട് തുരങ്കപാതയിൽ ഉരുൾപൊട്ടിയ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ഓരോ മനുഷ്യന്മാരും വീട്ടിലെ പട്ടിണി മാറ്റാനും അവരുടെ ഓരോ ആഗ്രഹങ്ങൾ വെച്ച് അന്യസംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ വന്നു ഇങ്ങനെ ഒരു ദുരന്തത്തിൽ പെടുമ്പോൾ നമ്മുടെ സഹോദരന്മാർ തന്നെ അവർ ഭയങ്കര വിഷമമാണ് തോന്നി അവിടെ പോയപ്പോൾ. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട്. എന്നാലും ആ നാടിനും നാട്ടുകാർക്കും ഭയങ്കര ഒരു ബേജാറാക്കുന്ന രീതിയിലൊരു ഉൾപ്പൊട്ടാണ് അവിടെ സംഭവിച്ചത്. എല്ലാ സംഘടനയിലുള്ള ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ആണെങ്കിലും മറ്റ് DYFൻ്റെ ആണെങ്കിലും എല്ലാ സംഘടനകളുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, എല്ലാ വിഭാഗങ്ങളും എത്രയും പെട്ടെന്ന് എത്താനോ അത്രയും പെട്ടെന്ന് എത്തി അവിടെ ഓരോ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇനിയൊരു മഹാദുരന്തം ഇതുപോലെ നമുക്ക് തരാണ്ടിരിക്കട്ടെ. വല്ലാത്തൊരവസ്ഥ. അവിടെ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതൊക്കെ കാണുന്നില്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. മണ്ണ് വെച്ചാൽ നല്ല മണ്ണാണ് വന്നത്. തേച്ച് വലിയ വലിയ കുണ്ടുകളുള്ള സ്ഥലത്ത് മണ്ണ് അടിഞ്ഞ് വന്നിട്ട് അത്രയും പൊക്കത്തിൽ മണ്ണ് ഇടിഞ്ഞ് വന്നിന്. ആ മണ്ണ് തേച്ച് മാറ്റിയാലേ ഇനി താഴെ ആ മണ്ണിൻ്റെ അടിയിൽ ഒരു ബസ്സും ജീപ്പും കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള ആളുകളെ കിട്ടണ തന്നെ അതും മണ്ണ് മാന്തി എടുക്കണം. ഭയങ്കര ഒരു സംഭവമാണ് അവിടെ, ബേജാറാക്കുന്ന സംഭവം. അതുകൊണ്ട് നമ്മളെ തുരങ്കപാതമൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ നമ്മളെ നാടിനെ കാവലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തട്ടെ. പെട്ടെന്നുള്ള പഴി തീർക്കാൻ വേണ്ടി ഉഡായിപ്പ് കളിച്ചിട്ട് ഒരു പ്രവർത്തനം നടത്താതെ നമ്മളെ സംരക്ഷണത്തിന് കൂടി ആകട്ടെ എന്ന് ഓർത്ത്